ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ മേടിക്കുമ്പോൾ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. അത് കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 8,900 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് സാംസങ് M14 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ തന്നെ ഇതിൽ വരുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. 50+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സാംസങ്ങിന്റെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ സാംസങ് F14 5G അല്ലാന്നുണ്ടെങ്കിൽ M14 5G എന്നീ ഫോണുകൾ 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലഭിക്കുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. എക്സിനോസിന്റെ 1330 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിക്ക് ഇതിൽ വരുന്നുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. F14 5G എന്ന ഫോണ് 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. M14 5G എന്ന സ്മാർട്ട് ഫോണ് 12,000 രൂപ പ്രൈസ് റേഞ്ചിലും ഇപ്പം അവൈലബിൾ ആണ്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സാംസങ് F34 5G അല്ലാന്നുണ്ടെങ്കിൽ M34 5G എന്നീ ഫോണിൽ വളരെ മികച്ച ഓപ്ഷൻസ് ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണുകളിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. എക്സിനോസിന്റെ 1280 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 11 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ OSന്റെ സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ രണ്ട് ഫോണുകളും അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 22,800 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F54 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 108+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് M55 5G അല്ലാന്നുണ്ടെങ്കിൽ F55 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. ഈ രണ്ട് ഫോണുകളും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് എത്തിക്കാം എന്നുണ്ടെങ്കിൽ S21 FE എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇവിടുന്ന് പറയുന്ന ഫോണുകളിലൊക്കെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S22 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ 6.1 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+12+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതിനും ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 3700 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S23 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3900 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്.
പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S24 എന്നുള്ള സ്മാർട്ട് ഫോൺ തന്നെ ലഭിക്കുന്നുണ്ട്. ഇത് ഇപ്പം വരുന്ന ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന ഫോണാണ്. ഇതിൽ 6.2 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സിനോസിന്റെ 2400 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിനോസിന്റെ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+12+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ S24 പ്ലസ് എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിൽ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ S24 ഇതുപോലുള്ള സെയിം ആയിട്ടുള്ള പ്രോസസ്സറും ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ 4900 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ രണ്ട് ഫോണിലും എക്സിനോസിന്റെ പ്രോസസ്സറാണ് വരുന്നത്. അപ്പം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ S23 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള S24 സീരീസിൽ വരുന്ന ഫോണല്ല, പഴയ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് കഴിഞ്ഞ കൊല്ലത്തെ. ഇതിൽ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ ഏജന്റ് 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ 200+10+10+12 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇക്കൊല്ലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ S24 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 1,30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ ഏജന്റ് 3 എന്ന സ്നാപ്ഡ്രാഗന്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു ഫോണുകളിലെ പോലെ എക്സിനോസിന്റെ പ്രോസസ്സർ അല്ല. പിന്നെ 200+12+50+10 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺസ് വേണ്ടി വരും. ഇപ്പം ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസും വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഫോൾഡബിൾ ഫോൺസും വരുന്നുണ്ട്. ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ട് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ, അതായത് 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 3 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്ത് 1.9 ഇഞ്ചിന്റെ ചെറിയൊരു AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3300 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 64,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 4 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 3700 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. ഇതിലും 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ പുറത്തെ ഡിസ്പ്ലേ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ ആണ്. 3.4 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ ഏജന്റ് 2 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 3700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതിൽ ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഇതാണ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ. ഇനി അതല്ല, ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 10 സാംസങ് Z Flip 6 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ. ഇനി വലിയ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ 2 ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാം. ഒന്ന് സാംസങ് Z Fold 4. ഈ ഒരു ഫോൺ 1,13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. ഇതിലും 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 7.6 ഇഞ്ചിന്റെ വലിയൊരു ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പുറത്ത് 6.2 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും മറ്റൊരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 4400 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 1,55,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 5 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിൽ ഇതാണ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും
അതുപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 10 സാംസങ് Z Fold 6 എന്ന ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.